വിശദമായ വാർത്തകളിലേക്ക്. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ മൂന്നാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തെന്നത് തിരുത്തി മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ. ആർഷോ റീ അഡ്മിഷൻ എടുത്തത് 4ാം സെമസ്റ്ററിൽ. 3ാം സെമസ്റ്ററിൽ ഫീസ് അടച്ചിരുന്നില്ല. നേരത്തെ നൽകിയ രേഖകളിൽ ആശയക്കുഴപ്പമെന്നും വിശദീകരണം. അതേസമയം ഗൂഢാലോചനയിൽ അന്വേഷണം ആവശ്യപ്പെടുമെന്നും പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യങ്ങളിൽ മലക്കം മറിയുകയാണ് എന്നും ആർഷോ പ്രതികരിച്ചു. വാക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പളുടെ നിലപാടുമായി ബന്ധപ്പെട്ട് ഈ 2 ദിവസത്തിനകം എത്ര തവണ മലക്കം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഈ ന്യൂസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നല്ല ബോധ്യം ഉണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. വസ്തുതയല്ലാത്ത തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അങ്ങ് ആക്രമിച്ചു കളയാം, വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി കളയാമെന്ന് ചില മാധ്യമ പ്രവർത്തകരെങ്കിലും ചില മാധ്യമ സ്ഥാപനങ്ങളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തുന്നതിന് വേണ്ടിയും അത് മാറ്റുന്നതിന് വേണ്ടിയും നിങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി അശ്വതി മോൾ എറണാകുളത്ത് നിന്നും ചേരുകയാണ്. അശ്വതി, വലിയ രീതിയിലുള്ള ഒരു നാടകീയ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷനിൽ പേര് വരുന്നു, പിന്നീട് അത് തിരുത്തുന്നു. ഇപ്പോഴിതാ ആർഷോ തന്നെ നേരിട്ട് പറയുന്നു വലിയ രീതിയിലുള്ള ഗൂഢാലോചനയും SFIക്കും തനിക്കുമെതിരെ വലിയ രീതിയിലുള്ള തിരിമറികളൊക്കെ തന്നെ നടക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്തൊക്കെയാണ് അശ്വതി ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ? ആർഷോ എന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ആർഷോ ഇതിൽ വ്യക്തമാക്കുന്നത് പ്രധാനമായും ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. ആർഷോ തൻ്റെ നേരത്തെയുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ തന്നെ പ്രിൻസിപ്പാളിനെതിരെയും ആർഷോ വലിയ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നു. കാരണം നേരത്തെ തന്നെ രാവിലെ പ്രിൻസിപ്പാൾ നൽകിയ മാധ്യമപ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള ചില ലിസ്റ്റുണ്ട്. അതിൽ തിരുത്തൽ വരുത്തി പ്രിൻസിപ്പാൾ രണ്ടാമത് മാധ്യമപ്രവർത്തകരെ കാണുകയും സ്റ്റേറ്റ്മെൻറ്റിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വലിയ അതായത് പ്രിൻസിപ്പൽ കൃത്യമായിട്ടല്ല, ആധികാരികതയില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എന്നാണ് ആർഷോ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പ്രിൻസിപ്പാളിനെ തള്ളിക്കൊണ്ട് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ചില പ്രസ്താവനകളാണ് ഇന്ന് നടത്തിയത്. അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. 3ാം സെമസ്റ്റർ താൻ പരീക്ഷ എഴുതിയിട്ടില്ല എന്നും പരീക്ഷയ്ക്ക് താൻ അപ്ലൈ ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിനും മറ്റും പോലീസിലും പരാതി നൽകുമെന്നും അദ്ദേഹം വിശദമാക്കുന്നുണ്ട്. ഭദ്ര. ശരി, അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ 3ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തു എന്നത് തിരുത്തിയിരിക്കുകയാണ് കോളേജ് മഹാരാജാസ്. ആർഷോ റീ അഡ്മിഷൻ എടുത്തത് 4ാം സെമസ്റ്ററിലാണ്. 3ാം സെമസ്റ്ററിൽ അദ്ദേഹം ഫീസ് അടച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട്. നേരത്തെ രേഖകൾ നൽകിയിരുന്നു, അതിൽ ആശയക്കുഴപ്പമുണ്ട് എന്നുള്ളൊരു വിശദീകരണം കൂടി ഇപ്പോൾ പ്രിൻസിപ്പാളിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുകയാണ്. അതേസമയം വലിയ രീതിയിലുള്ള ഗൂഢാലോചന തനിക്കെതിരെയും അതുപോലെ തന്നെ SFIക്കെതിരെയും നടക്കുന്നുണ്ട് എന്നാണ് ആർഷോയുടെ പ്രതികരണം.